Hello everyone, welcome back to another episode with me. So, in the last video, we have discussed a plethora of benefits of being in Saudi Arabia. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അതായത് the dark sides of being in Saudi Arabia. So, സമയം കളയാതെ let's get to the video. നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ ആയിരിക്കും ഇവിടുത്തെ എക്സ്ട്രീം ടെമ്പറേച്ചർ. അതെ, ദ ക്ലൈമറ്റ് ഇൻ സൗദി അറേബ്യ ഇസ് നോട്ട് ഫോർ എവരി വൺ. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. സത്യത്തിൽ ഇവിടെ തീയാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കിട്ട പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ആ സെയിം എക്സ്പീരിയൻസ് ആണ് നിങ്ങളിവിടെ പുറത്തിറങ്ങി സമ്മർ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് ഒന്ന് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം എഫക്റ്റാണ്. അതായത് നമ്മൾ തീയാണ് ഇൻഹെയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നിങ്ങൾ തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു 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 സാഹചര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സൗദി അറേബ്യ ഇസ് നോട്ട് ഫോർ യു. കാരണം ഇവിടെ അമ്മാതിരി ചൂടാണ് മക്കളെ, അമ്മാതിരി ചൂടാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും താമസിക്കണ്ടേ. അക്കോമഡേഷൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ എക്സ്പെൻസീവ് ആണ്. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കമ്പനി നിങ്ങളുടെ വർക്കേഴ്സിന് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം പുറത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഇവിടെ എക്സ്പെൻസീവ് ആണ്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വന്ന് പെട്ടുപോയത് റിയാദിൽ തന്നെ അടുത്തുള്ളൊരു സിറ്റിയിലാണ്. സോ ഇവിടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് പുറത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സൂപ്പർ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ്. അതായത് എൻ്റെ ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ എടുത്തടച്ചാലും അവിടെ കൊടുക്കാനുള്ള കാശാവത്തില്ല. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഇന്ത്യൻസും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയത്തില്ല എങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൗദി അറേബ്യയിൽ വരുന്നതിന് മുന്നേ കുറച്ച് ഹിന്ദിയും അത്യാവശ്യം സയൻസ് സിംറ്റംസ് ഒക്കെ കേട്ടാൽ മനസ്സിലാവുന്ന അത്രയെങ്കിലും ഹിന്ദിയെങ്കിലും പഠിച്ച് വെച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കറിയാവുന്നതുപോലെ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു അറേബ്യൻ നേഷനാണ്. സോ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കാണ്. ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ വൈഡ് സ്പ്രെഡായിട്ട് വരുന്നതേ ഉള്ളൂ. അവർ ഇംഗ്ലീഷിനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും സംസാരിക്കുന്നത് അറബിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ബാക്കി എല്ലാ അറബിക് പീപ്പിളും സംസാരിക്കുന്നത് അറബിക്ക് തന്നെ ആയിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നഴ്സുമാരാണെങ്കിൽ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ചെടുത്തില്ല എങ്കിൽ അത് പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ കരിയറിനെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു പ്രശ്നവും പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, സൗദി അറേബ്യയുടെ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കാണ്. അവരതിനെ മാറ്റേണ്ട യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ ഇതുപോലുള്ള നോട്ടീസ് ഇൻഫർമേഷനൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അടിയിൽ ഇംഗ്ലീഷ് കൂടെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ നാഷണാലിറ്റീസ് എന്ന് പറയുന്നത് പല രാജ്യക്കാരല്ലേ ഇവിടെ താമസിക്കുന്നത്. പല ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീനീസ് ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം അറബി അറിയാവുന്നവരാണല്ലേ. സുഡാനീസ്, ജോർദാനിയൻ, സിറിയൻസ്, മസറീസ്, ഇവരെല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ അറബി അറിയാം. എങ്കിലും മെജോറിറ്റി ഇവിടെ നമുക്ക് ഫിലിപ്പീനീസ്, ഇന്ത്യൻസ്, ബംഗ്ലാദേശീസ് ആൻഡ് പാകിസ്ഥാനീസ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ എനിക്ക് അറബി എഴുതാനും വായിക്കാനും നന്നായിട്ട് അറിയാം. എല്ലാ മുസ്ലിംസിനും, ഇന്ത്യൻ മുസ്ലിംസിനും അറിയായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പോൾ രോഗികൾ, സാധാ ഒരു ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ തപ്പി പോകുന്ന സമയത്ത് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് അറബിയാണ്. ഒരു വാഷ്റൂമിൽ പോകുമ്പോൾ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അറബി തന്നെയാണ്. അപ്പം ആൾക്കാർക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അറബി എഴുതിക്കുക, പക്ഷേ അതിൻ്റെ ചോട്ടിലും കൂടെ കീഴെ ഒരു ഇംഗ്ലീഷും കൂടെ ചെറുതായിട്ടെങ്കിലും എഴുതിയിട്ട് വരുന്നെങ്കിൽ ബാക്കി വരുന്നവർക്കൊരു ഹെൽപ്ഫുൾ ആയിരുന്നേനെ. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രധാന പ്രശ്നം പറഞ്ഞുതരാം, കൾച്ചറൽ ഷോക്ക്. അതെ, ഇഫ് യു ആർ നോട്ട് റെഡി ടു എംബ്രേസ് യുവർ സെൽഫ് ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് കൾച്ചർ, ദെൻ സൗദി അറേബ്യ ഇസ് നോട്ട് ഫോർ യു. ഐ നോ ദാറ്റ് adapting yourself into different cultures, different tradition, different norms can be challenging. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിരുന്നു.
അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുന്നു. എവിടെ നോക്കിയാലും വർണ്ണശബളമായിട്ടുള്ള പച്ച, മഞ്ഞ, നീല, ചമല, കറുപ്പ് എല്ലാ കളറിലും നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റും അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ബ്ലാക്ക് കളർ ഉടുപ്പും ആണുങ്ങളാവട്ടെ വെള്ള കളറിലെ അവരുടെ വസ്ത്രമായിട്ട് ഇട്ടായിരിക്കും നടക്കുന്നത്. അത് അവരുടെ കൾച്ചറാണ്, ട്രഡീഷനാണ്. അത് വന്നു കഴിയുമ്പോൾ അത് ഇവിടെ വന്ന് നമുക്കത് കണ്ടു കഴിയുമ്പോൾ ചിലർക്കത് ഷോക്കിംഗ് ആയിരിക്കും. എനിക്കത് ഷോക്കിംഗ് ആയിരുന്നു. ഈവൻ ആം എ മുസ്ലിം, എനിക്കത് ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളല്ല. പക്ഷെ നമുക്ക് അന്നം തരുന്ന രാജ്യമാണല്ലേ. അപ്പം നമ്മൾ അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാനെ കൊണ്ട് പഠിക്കുക. ഇനി സൗദി അറേബ്യയിൽ ജീവിക്കുന്നതിന് മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ വെരി ലിമിറ്റഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അതെ, നമ്മുടെ നാട്ടിലെ പോലെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയാനെ കൊണ്ട് ഇവിടെ പറ്റത്തില്ല. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അവിടെ എല്ലാ പൗരന്മാർക്കും എന്തിലും ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അതില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പറയാനെ കൊണ്ടുള്ള അവകാശമോ അധികാരവുമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക് കോൺട്രറി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അവർ നിങ്ങളെ പിടിച്ച് അകത്തിടും. അതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് വിളിച്ചു പറയാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. അപ്പം നിങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊരു സംഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഇസ് നോട്ട് എ ഗുഡ് ചോയ്സ് ഫോർ യു. ഇനി മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സൗദി അറേബ്യയിൽ എത്ര വർഷം ഇനി ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടുന്ന് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. 2019 ഇവിടുത്തെ ഗവൺമെൻറ് ഒരു പ്രീമിയം സിറ്റിസൺഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറയുന്നത് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസിന് ഒക്കെയാണ്. അല്ലാണ്ട് നോർമലായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ സിറ്റിസൺഷിപ്പ് അവർ അനുവദിച്ചിട്ടില്ല. ഇനി ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏതൊരു ഡെവലപ്ഡ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈസി ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ഉണ്ട്. നമുക്ക് നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. ഈവൻ റെയിൽവേ ഉണ്ട്, മെട്രോ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പബ്ലിക് ബസ്സുകളെന്ന് പറയുന്നത് നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലോട്ടൊന്നുമില്ല. നമുക്ക് അടുത്തടുത്ത് സ്റ്റോപ്പുകളില്ല. നമുക്ക് ഈസി ആക്സസിബിൾ അല്ല. അതുപോലെ തന്നെ അതിൽ പോവുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അത് റേറ്റ് എന്ന് പറയുന്നത് ബസ്സിൽ ഭയങ്കര ചീപ്പാണ്. പക്ഷേ നമുക്ക് പോയി പെട്ടെന്നൊന്നും ഓടിപ്പിടച്ച് എത്താനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഇനി ഇവിടെ മെട്രോ ഉണ്ടെങ്കിലും അത് മെയിൻ സിറ്റിയിലാണുള്ളത്. ബാക്കി എല്ലായിടത്തോട്ടുമായി വരുന്നതേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ യു ഡോണ്ട് ഹാവ് എൻ ഓൺ വെഹിക്കിൾ, ഡെയിലി കമ്മ്യൂട്ടിംഗ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ യു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടുത്തെ ഫ്യുവൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. പക്ഷേ ഇവിടുത്തെ ടാക്സി ഫെയർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ ടാക്സി ഫെയർ വളരെ ഹൈ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നാട്ടിൽ നിന്ന് 699 രൂപയുടെ ഒരു സൺസ്ക്രീൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് എൻ്റെ റിലേറ്റീവ് എൻ്റെ സിസ്റ്റർ കൊടുത്തു വിട്ടു. പക്ഷേ അത് ഞാൻ വാങ്ങിക്കാൻ കൊണ്ടുപോയ എൻ്റെ വണ്ടിക്കൂലി എന്ന് പറയുന്നത് ആ സൺസ്ക്രീനിൻ്റെ ഒരു 3 ഇരട്ടി പൈസയായി. അത്രയ്ക്ക് എക്സ്പെൻസീവാണ് ഇവിടുത്തെ ടാക്സി ഫെയർ എന്ന് പറയുന്നത്. ഇനി സൗദി അറേബ്യയിലോട്ട് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ കോംപ്ലക്സ് ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടുത്തെ ലീഗൽ സിസ്റ്റം ഈസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് കോംപ്ലക്സ്. നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിക് റൂളാണ്. അതായത് ശരീഅത്ത് നിയമം എന്ന് പറയുന്ന ഒരു നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റുമാണ്. ഇവിടുത്തെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഇസ് നോട്ട് ജസ്റ്റ് ഡിറ്ററൻറ്റ്, അതിനേക്കാളും ഒക്കെ കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിലും പണിഷ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഈവൻ ഒരു ട്രാഫിക്കിൽ വരുത്തുന്ന വയലേഷൻ ആണെങ്കിൽ തന്നെയും അതിന് വരുന്ന പിഴ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം. ഇനി നമ്മൾ നഴ്സുമാരുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇവിടെ വളരെ വലിയൊരു തെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് പോലീസിനെ വിളിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. വിളിക്കുക, പെട്ടെന്ന് തന്നെ അവർ വരും, ബാക്കിയൊക്കെ അവർ പരിഹരിച്ചോളും. ഇനി മറ്റൊരു പ്രധാന പ്രശ്നത്തിലോട്ട് വരുവാണെങ്കിൽ ദ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഇൻ സൗദി അറേബ്യ ഈസ് വെരി വെരി ലിമിറ്റഡ് എന്ന് പറയാം. നിങ്ങൾ ജീവിതമൊക്കെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ then I'm telling you guys then Saudi Arabia is not a good option for you.
ഓക്കെ, ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറി ഈസ് വെരി വെരി ലിമിറ്റഡ്. ഇവിടെ ഉണ്ട് നമുക്ക് ഇസ്തിരാഹ എന്നൊക്കെ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു ക്ലോസ്ഡ് ക്യൂബിക് സ്പേസിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു വർക്ക് കൾച്ചർ എങ്ങനെയാണ്, നമ്മൾ 6 ദിവസത്തെ പണിയെടുക്കുക, പിന്നെ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ആർമാദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, അല്ലേ ഒരു പാർട്ടി ലൈഫ്. അതെന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ ആക്ച്വലി ഇല്ല എന്ന് തന്നെ. ഇനി മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് പ്ലേസ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ വർക്ക് പ്ലേസ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് പെണ്ണുങ്ങളെന്ന് പറയുന്നത് ആണുങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് ഇൻഫർമേഷൻ ഒന്നും പറയാതിരിക്കുക, അവർ ഒരു മറ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും അത് വർക്ക് പ്ലേസിൽ അവരുടെ ഇൻഫർമേഷൻ തമ്മിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല, അല്ലേ? അതിൻ്റെ ഇടയിൽ അവർ മറ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഇൻഫർമേഷൻ പറയാതിരിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഇവിടെ ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ഡിസിഷൻ എടുക്കാൻ അവരെ അത് ഹെൽപ്പ് ചെയ്യും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ